പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ മറ്റൊരു സെക്ഷനാണ്. അതായത് ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പാർട്ടാണ്. എന്താണ്? ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇലക്ട്രോ കെമിക്കൽ സെല്ലായിരുന്നു. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസായിരുന്നു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയും. അവിടെ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. അപ്പോൾ എന്താണ്? കറണ്ട് പാസ് ചെയ്തിട്ട് ഇലക്ട്രോലൈറ്റുകളെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ നമ്മളുടെ കെമിക്കൽ സെല്ലിൽ പറഞ്ഞ പോലെ തന്നെ ആനോഡ് ഉണ്ടായിരിക്കും, കാഥോഡ് ഉണ്ടായിരിക്കും. പക്ഷേ അവിടെ ആനോഡും കാഥോഡും വ്യത്യസ്ത ബീക്കറിലാണ് വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സിങ്ക് സൾഫേറ്റിലും കോപ്പർ സൾഫേറ്റിലും ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആനോഡും കാഥോഡും സെയിം ബീക്കറിൻ്റെ അകത്താണ് ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നമ്മൾ ആനോഡ് നെഗറ്റീവായിട്ട് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ ആനോഡ് പോസിറ്റീവായിട്ടാണ് എടുക്കുക, കാഥോഡ് നെഗറ്റീവായിട്ടാണ് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് പാസ് ചെയ്യിക്കുന്നു. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള നമ്മൾ ഫില്ല് ചെയ്യുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. കോപ്പർ സൾഫേറ്റ്, NaCl പോലെയുള്ളതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഡീകമ്പോസിഷൻ നടക്കുകയാണ് ചെയ്യുക. ഈ പ്രോസസ്സിനെ, ഈ അപ്പാരറ്റസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? ദ ഡീകമ്പോസിഷൻ ഓഫ് electrolyte by the passage of electricity is called electrolysis. The apparatus used for this purpose is called electrolytic cell എന്ന് പറയാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഇലക്ട്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക എന്നുള്ളതാണ്. 3 സ്റ്റെപ്പുകളാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇലക്ട്രോലൈറ്റുകൾക്ക് ഡിസോസിയേഷൻ സംഭവിക്കും. അപ്പോൾ ഡിസോസിയേഷൻ നമുക്ക് എന്തെഴുതാം? അയോണൈസേഷൻ എന്ന് എഴുതാൻ പറ്റും. അയോണൈസേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റുകൾക്ക് എന്ത് സംഭവിക്കുക? ഡീകമ്പോസിഷൻ നടക്കുക, അല്ലെങ്കിൽ ഡിസോസിയേഷൻ നടക്കുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് ഇതിൽ Na+ഉം Cl- ആയിട്ട് മാറിയിട്ടുണ്ട് വിചാരിക്കാം. ഈ Na+ പോസിറ്റീവ് ചാർജുള്ളത് എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് മൂവ് ചെയ്യും. ദെൻ അതേപോലെ തന്നെ Cl- എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യും. ഓപ്പോസിറ്റ് ചാർജിലേക്കാണ് മൂവ് ചെയ്യുക. അങ്ങനെ മൂവ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്നാണ്, അല്ലേ? ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡുകളിലേക്ക് എന്ത് ചെയ്യും? അയോൺസുകൾ മൂവ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് സ്റ്റെപ്പ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അയോണുകളുടെ ചാർജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. ഡിസ്ചാർജ് ഓഫ് അയോൺസ് എന്ന് പറയും. അയോണുകളുടെ ചാർജ് നഷ്ടപ്പെടും. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ ചാർജ് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചുമാണ് സംഭവിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാവുക. ഏതൊക്കെ പറയും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അയോണൈസേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റുകളുടെ ഡീകമ്പോസിഷൻ നടക്കും. രണ്ടാമത്തത് മൈഗ്രേഷൻ ഓഫ് അയോൺസ്, അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. മൂന്നാമത്തത് ഡിസ്ചാർജ് ഓഫ് അയോൺസ്, അയോൺസുകളുടെ ഡിസ്ചാർജിങ് നടക്കും. ഇതാണ് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 2 ലോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട് ഫാരഡേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള 2 നിയമങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തിന് വിളിക്കുന്ന പേരാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഫാരഡേ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിലൂടെ പാസ് ചെയ്യുന്ന
കറൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. അതായത് പറയുന്നതാണ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് at an electrode is directly proportional to quantity of electricity passed through it. passed through it എന്ന് പറഞ്ഞാൽ passed through the electrolyte എന്നാണ്. അപ്പോൾ ഒന്നുകൂടി പറയും, എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്? എന്താ പറയുന്നത് പറ? അതായത് the amount of substances deposited or liberated at an electrode is directly proportional to quantity of electricity passed through the electrolyte. അപ്പോൾ amount of substance deposited നമുക്ക് m എന്ന് വിളിക്കാൻ പറ്റും, is directly proportional to quantity of electricity passed through the electrolyte, q എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഇതിനെ പറയാൻ പറ്റും. then m is equal to a constant z into q എന്ന് പറയാൻ പറ്റും. ആ z നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് പറയും കേട്ടോ. ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്, z is called ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് പറയും. അപ്പോൾ m എന്ന് പറഞ്ഞാൽ എന്താ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ്. q എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. z എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? q is equal to IT. കറണ്ട് ഇൻറ്റു ടൈം ആണ് എന്ത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക പറ? എം ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? IT എന്ന് പറയാൻ പറ്റും. എം ഇസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു IT എന്ന് പറയാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ എക്സാമിന് ചോദിക്കുകയാണ് എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിചാരിക്കുക. ഡിഫൈൻ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയോ? ഹിയർ നോക്ക്, I is equal to 1 ആംപിയർ കൊടുക്കുക, T is equal to 1 സെക്കൻഡ് കൊടുക്കാം. ഐന് 1 ആംപിയർ കൊടുക്കുക, ടിക്ക് 1 സെക്കൻഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എം ഇസ് ഈക്വൽ ടു സെഡ് എന്ന് കിട്ടും. എം ഇസ് ഈക്വൽ ടു സെഡ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ആണ്. എപ്പോൾ? വെൻ 1 ആംപിയർ കറന്റ് ഈസ് പാസ്ഡ് ഫോർ 1 സെക്കൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഇനി എക്സാമിന് നമ്മളെടുത്ത് ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വാലന്റ് സെഡ് ഈസ് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് or liberated when 1 ampere current is passed for 1 second എന്നാണ് പറയുക. ഇതാണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസിലെ ഒന്നാമത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഫാരഡേസ് കോൺസ്റ്റന്റ്, ഫാരഡേസ് കോൺസ്റ്റന്റ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേൺസ്റ്റ് ഇക്വേഷനിലൊക്കെ പറഞ്ഞിരുന്നില്ലേ 96,500 കൂളമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ എന്താണ് ഈ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒരു മോൾ ഇലക്ട്രോണിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവോഗാഡ്രോ നമ്പർ. പിന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് ഉണ്ടല്ലോ അല്ലേ, അതിന് മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുന്ന സംഖ്യയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കറിയാം അതിൻ്റെ വാല്യൂ എത്രയാണ്? 96,500 കൂളമാണ് എന്ന് പറയും. 96,500 കൂളം എന്ന് പറയും. അപ്പോൾ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ്? ചിലപ്പോൾ എക്സാമിന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്താ പറഞ്ഞിരുന്നത്? ഇറ്റ് ഈസ് ദി ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റ് 1 gram ഇക്വാലൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്നാണ്. 1 gram ഇക്വാലൻ്റ് ആയിട്ടുള്ള ഏതൊരു സബ്സ്റ്റൻസും ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യാനോ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 96,500 കൂളം എന്നാണ്. അപ്പോൾ 2 രീതിയിലാണ് ഞാനിപ്പോൾ ഫാരഡേസ് കോൺസ്റ്റന്റ് പറഞ്ഞത്. ഒന്ന് എന്താണ്? 1 മോൾ ഇലക്ട്രോൺ. ഇപ്പോൾ നിങ്ങൾക്കറിയാം 1 മോൾ ഇലക്ട്രോൺ. ഇപ്പോൾ നമ്മൾ നോക്ക്, Na+1 ഇലക്ട്രോൺ ഗീവ്സ് Na എന്ന് പറയുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ 1 മോൾ ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പോൾ ആ 1 മോൾ ഇലക്ട്രോൺ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണമെന്നാണ് പറഞ്ഞത്? 96,500 കൂളം വേണം. അതാണ് 1 ഫാരഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇപ്പോൾ കാൽഷ്യം 2+ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ 2 ഇലക്ട്രോൺ ആണ് വരിക, 2 മോൾ ഇലക്ട്രോൺ ആണ് വരിക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എത്ര ഇലക്ട്രിസിറ്റി വേണം? 2 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. അലുമിനിയം 3+ ആണെങ്കിൽ 3 ഫാരഡേ ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ 2 ഫാരഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 96,500 അല്ലേ? 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ 1 × 96,500 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ഒന്നുമില്ലെങ്കിൽ എന്താ പറയേണ്ടത്? ചാർജ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ എന്ന് പറയണം. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി required to deposit or liberate 1 gram equivalent of any substance എന്ന് പറയാം. 1 gram equivalent of any substance. ഇനി എന്താണ് ഈ 1 gram equivalent എന്ന് നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ അറിയാത്തൊരു കോൺസെപ്റ്റ് ആയിരിക്കും. 1 gram equivalent 1 gram equivalent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ആ കോമ്പൗണ്ടിൻ്റെ ആ വസ്തുവിൻ്റെ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവിടുത്തെ 1 gram equivalent എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാൽഷ്യം അല്ലേ, കാൽഷ്യത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 ഗ്രാമാണ് അല്ലേ? കാൽഷ്യത്തിൻ്റെ മാസ് എത്രയാണ്? 40 ഗ്രാമാണ്. പക്ഷേ കാൽഷ്യം 2+ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവർ 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുത്തത് അല്ലേ? അപ്പോൾ 40/2 20 എന്ന് പറയുന്നതാണ് അതിൻ്റെ 1 gram equivalent എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ 1 gram equivalent. അല്ലാതെ 20 ഗ്രാമാണ് അതിൻ്റെ 1 gram equivalent എന്ന് പറയുന്നത്. അല്ലാതെ എന്തല്ല 1 gram അല്ല 1 gram equivalent എന്ന് പറയുന്നത്. അത് ഓരോ വസ്തുവിനും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ മോൾ കൺസെപ്റ്റിൽ 1 മോൾ ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അങ്ങനെ പറയുന്നില്ലേ? അതേപോലെ ഇവിടെ 1 gram equivalent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ കേസിൽ എത്രയാണ്? 20 ആണ്. എന്നാലും സോഡിയത്തിൻ്റെ കേസിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോഡിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 23 സോഡിയം. പക്ഷെ സോഡിയം എന്ന് പറയുന്ന ആൾ എപ്പോഴും Na+ ആയിട്ടാണ് മാറുക. 1 ഇലക്ട്രോണിയാണ് വിട്ടു കൊടുക്കുക അല്ലേ? അപ്പോൾ അതിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എത്ര വരിക? ഇക്വാലൻ്റ് വെയിറ്റ് എത്ര വരിക? 23/1 = 23 തന്നെയാണ് വരിക. അപ്പോൾ ആ 23നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിൻ്റെ 1 gram equivalent എന്ന് വിളിക്കുക. മനസ്സിലാവണല്ലോ? അതിൻ്റെ 1 gram equivalent എന്ന് വിളിക്കുക കേട്ടോ. ഇനി ഇത് കോമ്പൗണ്ടുകളായിട്ട് മാറുമ്പോൾ NaOH ആകുമ്പോൾ നമ്മൾ NaOH 40/1 കൊടുക്കും. കാൽഷ്യം കാർബണേറ്റ് ആകുമ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് 100 ആണ്. ദെൻ ആ കാൽഷ്യത്തിന് വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ 2 ആണ്. അപ്പോൾ 100/2 ആണ് അതിൻ്റെ gram equivalent എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ സബ്സ്റ്റൻസിനെയും നമുക്ക് കോമ്പൗണ്ടുകളുടെ കേസിലും കണ്ടെത്താൻ പറ്റും. അപ്പോൾ അറിഞ്ഞിരിക്കണം 1 gram equivalent കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 gram എന്നല്ല, എന്താണ്? അതിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ അവർ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അതിൻ്റെ 1 gram equivalent എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? 20 gram കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണം? 96,500 കൂളം വേണം. അതേപോലെ 23 gram സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണം? 96,500 കൂളം വേണം എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതിനാണ് ഈ 1 gram equivalent എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫാരഡേസ് കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ് ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്? എന്താണ്? 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നാമത് എന്താ പറയുന്നത്? 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഫാരഡേസ് കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ എന്താ പറയുക? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി required to deposit or liberate 1 gram equivalent of any substance ആണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ മാസ് 108 ആണ്. പക്ഷേ സിൽവർ എന്ന് പറയുന്നത് Ag+1 1 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. അപ്പോൾ 108/1 108 തന്നെയാണ് അതിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 108 ഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 gram equivalent എന്ന് വിളിക്കുക സിൽവർ നൈട്രേറ്റിൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ അതേപോലെ കോപ്പർ ആണെങ്കിൽ അതിന് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ഏകദേശം 62 63 ഒക്കെയാണ് വരിക. അപ്പോൾ ഈ 60 അതേ ഡിവൈഡഡ് ബൈ കോപ്പർ 2+ ആകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് നമുക്ക് കിട്ടും. 31.7 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടെത്തുക? ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മറക്കണ്ട, സോഡിയം ആകുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഫാരഡേ കറണ്ട് ആവശ്യമാണ്. കാൽഷ്യം ആകുമ്പോൾ 2 ഫാരഡേ ആവശ്യമാണ്. ഇനി അലുമിനിയം ആണെങ്കിലും ഏതാ ഇക്വേഷൻ പറ? അലുമിനിയം 3+ 3 ഇലക്ട്രോൺ ഗീവ്സ് അലുമിനിയം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മോൾ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ എത്ര വേണം? 3 ഫാരഡേ ആവശ്യമായിട്ട് വരും. ഇതാണ് ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് പറയുന്നത്. സെക്കൻഡ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്ക് നിങ്ങൾ. വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ സൊല്യൂഷൻസ് ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ്, the amount of substance deposited or liberated is directly proportional to their chemical equivalence ആണ് പറയുന്നത്. എന്താണ്? when same quantity of electricity is passed through solutions of different substances, the amount of substances deposited or liberated is directly proportional to their chemical equivalence ആണ്. അതായത് ഒരേ അളവിൽ നമ്മൾ കറണ്ട് എന്ത് ചെയ്യാണ്? 2 സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന
വസ്തുവിൻ്റെ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന വസ്തുവിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വാലൻ്റ് വെയ്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്ക് നിങ്ങൾ, മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വാലൻ്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് ബി. അപ്പോൾ ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാനുണ്ടായിരിക്കും. അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻസ് നമ്മൾ എടുത്തു. അതിലൂടെ നമ്മൾ ഒരേ അളവിൽ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ ലിബറേറ്റ് ചെയ്യുന്നതായിരിക്കുന്ന കറണ്ടിൻ്റെ സബ്സ്റ്റൻസിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വാലൻ്റ് വെയ്റ്റിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ എന്താ ഇക്വേഷൻ പറയും? മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വാലൻ്റ് മാസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് ബി എന്ന് പറയും. ഓക്കെ, ലിസൺ. നമ്മൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഫാരഡേസ് ലോ വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും നോക്ക്. ഹൗ മെനി ഗ്രാംസ് ഓഫ് കോപ്പർ Cu copper is deposited from CuSO4 by the passage of 50 coulomb of electricity. 50 കൂളം ഇലക്ട്രിസിറ്റി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാം കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. എന്താ ക്വസ്റ്റ്യൻ? ഹൗ മെനി ഗ്രാംസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് ഫ്രം CuSO4 ബൈ ദി പാസേജ് ഓഫ് 50 കൂളം ഓഫ് ഇലക്ട്രിസിറ്റി. ബ്രാക്കറ്റിൽ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട് 31.77. നമുക്കൊരു കാര്യം അറിയാം. എന്താ നമുക്ക് അറിയാമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്താണ് 96, അതായത് നമ്മൾ പഠിച്ചൊരു കോൺസെപ്റ്റാണ്. എന്താണ്? ഒരു ഫാരഡേ, അതായത് 96,500 കൂളം എന്ന് പറയുന്ന കറണ്ട് എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എത്രയാണോ അത്രയും ഡെപ്പോസിറ്റ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇക്വാലൻ്റ് വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 31.77 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമ്മളോട് ചോദിച്ചത് 50 കൂളമിനാണ് ചോദിച്ചത്. പക്ഷേ നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് എന്താണ്? 96,500 കൂളമാണെങ്കിൽ എത്ര ഉണ്ടാവും? 31.77 ഡെപ്പോസിറ്റ്. കാരണം 31.77 എന്താണ്? അതിൻ്റെ 1 ഗ്രാം ഇക്വാലൻ്റ് എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിന്ന് ഒരു കൂളം കാണുക. എങ്ങനെ ഒരു കൂളം കാണുക? 96,500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? ഇവിടെ ഡിവൈഡ് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 31.77 ഡിവൈഡഡ് ബൈ 96,500 എന്ന് കിട്ടും. ഇനി എളുപ്പമല്ലേ? 50 കൂളം എന്നാണ് അവർ ചോദിച്ചത്. therefore for 50 കൂളം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക, ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 31.77 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു എന്ത് ചെയ്യുക? 50 എന്ന് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.0165 ഗ്രാം എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്തത് പറ? എങ്ങനെ ചെയ്തത്? നമ്മുടെ മൈൻഡിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 1 ഗ്രാം ഇക്വാലൻ്റ് ഏതൊരു സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും 96,500 കൂളം വേണം. അപ്പോൾ 96,500 കൂളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം ഇക്വാലൻ്റ് എത്രയാണ്? 31.77 നമുക്ക് തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൂളം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര വേണം? 31.77 ബൈ 96,500. അങ്ങനെയെങ്കിൽ 50 കൂളം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 31.77 ബൈ 96,500 ഇൻറ്റു 50 ഈക്വൽ 0.0165 ഗ്രാം എന്ന് പറയാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. എ സൊല്യൂഷൻ ഓഫ് CuSO4 ഈസ് ഇലക്ട്രോലൈസ്ഡ് ഫോർ 10 മിനിറ്റ്. 10 മിനിറ്റ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് നടന്നു വിത്ത് എ കറന്റ് ഓഫ് 1.5 ആംപിയർ. 1.5 ആംപിയർ കറന്റ് 10 മിനിറ്റ് പാസ് ചെയ്തിരിക്കുകയാണ്. ഏതിലൂടെ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദി മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ്? അങ്ങനെയെങ്കിൽ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പറിൻ്റെ മാസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നറിയല്ലോ? ഇവിടെ നമുക്ക് അറിയണം കോപ്പറിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എത്രയാണ്? 31.77 ആണ് അല്ലേ? ഇവിടെ നമുക്ക് ആ ഇക്വേഷനിൽ എന്താ ഇക്വേഷൻ പറ? 96,500 കൂളം ആണെങ്കിൽ എത്ര ഉണ്ടാവും? 31.77 ഗ്രാം ആണ് എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യാൻ നമുക്കറിയാം. കാരണം അതാണ് അതിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. അത്രയാണ് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നറിയല്ലോ? ഇവിടെ നമ്മൾക്ക് ടൈമും അതേപോലെ തന്നെ കറൻറ്റും തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൂളം ഇത്രയും തന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ച് കാണണം? Q is equal to IT എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് ഉപയോഗിക്കണം. I എത്രയാണ്? കറണ്ട് എത്രയാണ് പറ? 1.5 ആംപിയർ ഇൻറ്റു ടൈം എത്രയാണ്? 10 മിനിറ്റ് അല്ലേ? അപ്പോൾ 10 × 60 എന്ന് വേണം. എന്തിനാ 10 × 60 എന്ന് പറ?
അതായത് 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് മിനിറ്റാണ്, ഇത് മിനിറ്റാണ്, മിനിറ്റിന് എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. കാരണം നമ്മൾ ഡെഫിനിഷനിലൊക്കെ പറയുന്നത് 1 സെക്കൻഡ് എന്ന് പറഞ്ഞത്, അപ്പോൾ സെക്കൻഡിലേക്ക് മാറ്റണം. ഹവർ ആണെങ്കിൽ നമ്മൾ 60 × 60 ചെയ്യേണ്ടി വരും. ഓക്കെ, 10 × 60 വിച്ച് ഇസ് ഈക്വൽ നമുക്ക് കിട്ടും 900 എന്ന് കിട്ടും. എത്ര കിട്ടുക? 900 കൂളം എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കയ്യിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എത്രയെന്ന് പറയും? 900 കൂളമാണുള്ളത്. അപ്പോൾ മറക്കേണ്ട ടൈമും അതേപോലെ തന്നെ കറൻറ്റും തന്നാൽ ആദ്യം നമ്മൾ ക്യൂ കാണണം. ഇനി എളുപ്പമല്ലേ? ഇനി നോക്ക്, 1 കൂളമാണെങ്കിൽ എത്ര ഉണ്ടാവുക പറ? 31.7796 ഗ്രാം എന്ന് കിട്ടും അല്ലേ? 1 കൂളമാണെങ്കിൽ. അപ്പോൾ 900 കൂളമാണെങ്കിലോ ഫോർ 900 കൂളം, 900 ആണെങ്കിൽ എത്ര വരിക? 900 കൂളം ആണെങ്കിൽ 900 മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 31.77 ഡിവൈഡഡ് ബൈ 96500 × 900 എന്ന് വരും. അത്രയും ഗ്രാമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏകദേശം 0.296 എന്ന് പറയുന്ന ആൻസർ കിട്ടുക. 0.29 ഗ്രാം എന്ന് പറയുന്ന ആൻസറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നോക്ക് ഇവിടെ ഇങ്ങനെ ചെയ്ത് പറയാം. 96,500 കൂളമാണെങ്കിൽ 31.77 ആണെന്ന് നമുക്കറിയാം. കാരണം എന്താ? ഇതിൻ്റെ ഇക്വാലൻ്റ് വെയിറ്റ് 31.77. അത് ക്വസ്റ്റ്യനിൽ തരേണ്ടതാണ്. ഇത് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ട് ഞാനിവിടെ ഉപയോഗിക്കാതിരുന്നതാണ്. അങ്ങനെയെങ്കിൽ 1 കൂളമാണെങ്കിൽ ഇത്രയെന്ന് കിട്ടും. പക്ഷേ നമ്മളെ കയ്യിൽ എത്ര കൂളം ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? Q = IT ചെയ്യുക. I എന്ന് പറഞ്ഞാൽ 1.5 ആംപിയർ, T എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 മിനിറ്റ് ആണ്. അതിന് സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 10 × 60 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 900 കൂളമാണ് നമ്മളെ കയ്യിലുള്ളതെന്ന് കിട്ടും. അപ്പോൾ 1 കൂളമാണെങ്കിൽ ഇത്രയും കിട്ടുമ്പോൾ 900 കൂളമാകുമ്പോൾ ഇൻറ്റു 900 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.29 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. മനസ്സിലാവുണ്ടല്ലോ? ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന പ്രോബ്ലംസ്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. ആ പ്രോബ്ലം കൂടി ഒന്ന് നോക്കാം. ലിസൺ, നമ്മൾ ഇനി പറയുന്നത് ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക നിങ്ങൾ. ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ, ക്ലാരിറ്റി കുറവുണ്ടെങ്കിലാണ് മനസ്സിലാക്കാൻ വേണ്ടി. വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റ് പാസ്ഡ് ത്രൂ ലെഡ് നൈട്രേറ്റ് ആൻഡ് സിങ്ക് സൾഫേറ്റ്. ഒരേ കറണ്ട് പാസ് ചെയ്യണം. ഇതിലൂടെ ലെഡ് നൈട്രേറ്റിലൂടെയും സിങ്ക് സൾഫേറ്റിലൂടെയും പാസ് ചെയ്യണം. വെയിറ്റ് ഓഫ് ലെഡ് ആൻഡ് സിങ്ക് ഡെപ്പോസിറ്റഡ് വേർ 7.593 ഗ്രാം ആൻഡ് 2.40 ഗ്രാം. അതായത് ലെഡ് ഡെപ്പോസിറ്റ് ചെയ്ത വെയിറ്റ് 7.593 ആണ്, സിങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത വെയിറ്റ് 2.40 ഗ്രാം ആണ്. ഇഫ് ദ ഇക്വാലന്റ് മാസ് ഓഫ് സിങ്ക് ഈസ് 32.7, സിങ്കിൻ്റെ ഇക്വാലന്റ് വെയിറ്റ് എത്രയാണ്? 32.7 ആണെങ്കിൽ കാൽക്കുലേറ്റ് ദി ഇക്വാലന്റ് മാസ് ഓഫ് ലെഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ച ഇക്വേഷനിലെ മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ബി എന്ന് പറഞ്ഞ സംഭവമല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ മാസ് ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സിങ്ക് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഇനി കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ വെയിറ്റ് കൊടുക്കുകയാണ്. വെയിറ്റ് ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സിങ്ക് ഈക്വൽ ടു എന്താണ്? ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ്, അല്ലെങ്കിൽ ഇക്വാലൻ്റ് മാസ് ഓഫ് ലെഡ് ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് സിങ്ക്. ഇതാണ് ഇക്വേഷൻ. മാസ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വാലൻ്റ് മാസ് ഓഫ് എ ഡിവൈഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് ബി എന്നാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ലെഡ് അല്ലേ, ലെഡിൻ്റെ വെയിറ്റ് എത്ര തന്നിട്ടുള്ളത്? 7.593 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സിങ്ക് എത്ര തന്നിട്ടുണ്ട്? 2.40 ഇസ് ഈക്വൽ ടു അല്ലേ, ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് ലെഡ് ആണ് കാണാൻ പറഞ്ഞത്, അപ്പോൾ അത് എക്സ്. ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് മാസ് ഓഫ് സിങ്ക് എത്രയാണ്? 32.7. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സ് കിട്ടൂലേ? എക്സ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? 7.593 ഇൻറ്റു 32.7 ഡിവൈഡഡ് ബൈ 2.40 ഇസ് ഈക്വൽ ടു 103.54 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഏത് പ്രോബ്ലം പറയും? നമുക്ക് രണ്ട് വസ്തുക്കൾ തരികയും സെയിം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയും ചെയ്താൽ അവിടെയുള്ള ഇക്വാലൻ്റ് വെയിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ മാസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കണ്ടെത്താനും തിരിച്ച് ഇക്വാലൻ്റ് വെയിറ്റ് കണ്ടെത്താനും ഇത്തരം പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ആണ് ഒന്നും പറയാം. വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറന്റ് പാസ്ഡ് ത്രൂ ലെഡ് നൈട്രേറ്റ് ആൻഡ് സിങ്ക് സൾഫേറ്റ്, the weight of lead and zinc deposited were 7.593 gram and 2.40 gram. If the equivalent mass of zinc is 32.7, calculate the equivalent mass of lead എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് നമ്മൾ ലോ ഓഫ്
ഇലക്ട്രോളിസിസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നതിൻ്റെ സെക്ഷനാണ്. എങ്ങനെയാണ് ഒരു ഇലക്ട്രോളിസിസിൻ്റെ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രവചിക്കുന്നത്, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുക എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ അല്ലേ, അത് എന്തിനൊക്കെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനൊക്കെ അനുസരിച്ചിട്ടാണ് വേരിയേഷൻസ് വരിക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ NCERT ടെക്സ്റ്റ് ബുക്ക് എത്ര വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു ഏരിയ ആണ് കേട്ടോ. നന്നായിട്ട് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവം. അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇലക്ട്രോലൈറ്റ് മോൾട്ടൻ ആയിരിക്കും, ഉരുകിയ അവസ്ഥയിലായിരിക്കും, വേറെ പാർട്ടിക്കിൾസ് ഒന്നും അതിൻ്റെ അകത്തുണ്ടാവില്ല. അല്ലെങ്കിലോ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആയിരിക്കും, വെള്ളം ആഡ് ചെയ്തായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ആ വേരിയേഷൻസ് വരും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും മനസ്സിലായിക്കോട്ടോ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോൾട്ടൻ NaCl ആണ് വിചാരിക്കുക, ഉരുകിയ NaCl ആണെങ്കിൽ അതിൽ സംശയമൊന്നുമില്ല, അതിൻ്റെ അകത്ത് ആകെ 2 അയോൺസ് ഉണ്ടാവുക, Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. അപ്പോൾ പിന്നെ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Cl- എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ എന്ത് ചെയ്യും പറ, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഹാഫ് Cl2 + 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. കാരണം ഹാഫ് Cl2 എന്ന് പറഞ്ഞാൽ Cl എന്ന് എഴുതുന്നതിന് എന്താണ് പകരമായിട്ട് ഞാൻ എന്തെഴുതിയതാണ് ഹാഫ് Cl2 + 1, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. കാരണം ആനോഡിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണല്ലോ നടക്കുക. എന്നാൽ ഇവിടെ കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ Na+ ഉണ്ടല്ലോ, ഈ Na+ ഇവർ വിട്ടുകൊടുത്തുള്ള ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എന്തായിട്ട് മാറും, Na ആയിട്ട് മാറുകയാണ് ചെയ്യുക. ഇതാണ് മോൾട്ടൻ NaCl ആണെങ്കിൽ നടക്കുന്ന ഇലക്ട്രോളിസിസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ആൻസറുകൾ. ഏതൊക്കെ പറയും, അവിടെ ആകെ ഉണ്ടാകുക Na+ Cl- ഉണ്ടാവുക. Cl- എന്തായിട്ട് മാറും, Cl+1 ഇലക്ട്രോൺ ആയിട്ട് മാറും. ആ Cl ഞാൻ എന്ത് എഴുതിയെന്നറിയാലോ, ഹാഫ് Cl2 എന്ന് എഴുതിയിരിക്കുകയാണ്, Cl+1 ഇലക്ട്രോൺ. എന്നാൽ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, Na+1 ഇലക്ട്രോൺ ഗീവ്സ് Na ആയിട്ട് മാറും. എന്നാൽ ഇതേ NaCl തന്നെ സൊല്യൂഷൻ ആണ് എടുക്കുന്നത് വിചാരിക്കുക. NaCl സൊല്യൂഷൻ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. NaCl സൊല്യൂഷൻ ആകുമ്പോൾ വെള്ളത്തിലാണ് ഡിസോൾവ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും പറ, Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും, വെള്ളത്തിൻ്റെ അകത്തുള്ള H+ ഉണ്ടാവും, വെള്ളത്തിൻ്റെ അകത്തുള്ള OH- ഉണ്ടാവും. 4 അയോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നടക്കുന്ന ആനോഡിലുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതന്നെയാണ്, സെയിം റിയാക്ഷൻ ആണ്. ഏതാ പറ, Cl- ഗിവ്സ് ഹാഫ് Cl2 + 1 ഇലക്ട്രോൺ തന്നെയാണ്. പക്ഷേ കാഥോഡിലുള്ള റിയാക്ഷൻ മാറും. സോഡിയത്തിന് പകരമായിട്ട് ആര് റിയാക്ഷനിൽ പങ്കെടുക്കും, ഹൈഡ്രജൻ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും, H++1 ഇലക്ട്രോൺ ഗീവ്സ് H ആയിട്ട് മാറും. ഞാൻ ഈ H എഴുതിന് പകരം എന്തെഴുതി, ഹാഫ് H2 എന്ന് എഴുതിയിട്ടോ, ഹാഫ് H2 ആയിട്ട് മാറി. അപ്പോൾ നോക്ക് നിങ്ങൾ, മോൾട്ടൻ NaCl ആണെങ്കിൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് വരും, കാഥോഡിൽ സോഡിയം വരും. എന്നാൽ NaCl സൊല്യൂഷൻ ആണെങ്കിൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് വരിക, പക്ഷേ കാഥോഡിൽ എന്താ വരിക, ഹൈഡ്രജൻ ഗ്യാസ് ആണ് വരിക. അതിനർത്ഥം ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇലക്ട്രോലൈറ്റിൻ്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇലക്ട്രോലൈറ്റ് മോൾട്ടൻ ആണോ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആണോ എന്നനുസരിച്ചിട്ട് എന്ത് വരും, മാറ്റങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ്. നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്, ഇതാണ് രണ്ടാമത്തെ എന്താണ്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് എന്ന് പറയും. ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്. ഇതിലെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ ഇനേർട്ട് ആണെങ്കിൽ, ഇനേർട്ട് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് ഗോൾഡ്, പ്ലാറ്റിനം, ഗ്രാഫൈറ്റ് പോലെയുള്ള ഇലക്ട്രോഡുകൾ ഇനേർട്ട് ആണെങ്കിൽ, സാധാരണയായിട്ട് ഗോൾഡ് പ്ലാറ്റിനാണ് പറയാറുള്ളത്, ഇനേർട്ട് ആണെങ്കിൽ അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷേ റിയാക്റ്റീവായിട്ടുള്ള ഇലക്ട്രോഡുകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അവരും റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് പ്രൊഡക്റ്റിൽ എന്ത് വരാം, വേരിയേഷൻ വരാം. അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഒന്നാമത്തെ ഫാക്ടർ എന്താണ്, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്, ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ് എന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഡിഫറെൻറ്റ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് സ്പീഷീസ് present in electrolytic cell and their E0 value എന്നാണ്.
E0 വാല്യൂ. അതായത് നമ്മുടെ എന്താണ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതൊക്കെയാണോ ആ സെല്ലിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നതും അതും അവയുടെ E0 വാല്യൂ അനുസരിച്ചിട്ട് ഇലക്ട്രോളിസിസിൻ്റെ പ്രൊഡക്റ്റുകളിൽ മാറ്റം വരാം എന്നാണ്. ഈ കോൺസെപ്റ്റാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, മോൾട്ടൻ NaCl ആണെങ്കിൽ കാഥോഡിൽ സോഡിയം വരും, ആനോഡിൽ ക്ലോറിൻ ഗ്യാസും വരും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കി NaCl സൊല്യൂഷൻ ആവുന്ന സമയത്ത് Cl മൈനസ് ഗീവ്സ് ഹാഫ് Cl2 പ്ലസ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് E0 വാല്യൂ പ്ലസ് 1.36 വോൾട്ട് ആണ്. അതേപോലെ അതിൻ്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂള് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് 2H2O ഗീവ്സ് O2 പ്ലസ് 4H പ്ലസ് 4 ഇലക്ട്രോൺ. അതിൻ്റെ E0 വാല്യൂ 1.23 വോൾട്ട് ആണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുക. ഈ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സുകളാവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ആനോഡിൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ലോ E0 വാല്യൂ ഉള്ള ആളെയാണ് നമ്മൾ ആനോഡിൽ പ്രിഫർ ചെയ്യേണ്ടത്. ശരിക്കും മനസ്സിലാക്കുക പോയിന്റ്, ലോ E0 വാല്യൂ ഉള്ള ആളെയാണ് നമ്മൾ ആനോഡിൽ പ്രിഫർ ചെയ്യേണ്ടത്. അതായത് ഈ റിയാക്ഷനാണ് പ്രിഫർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഈ റിയാക്ഷൻ വളരെ പതുക്കെ നടക്കുള്ളൂ. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ പൊട്ടൻഷ്യൽ കൊടുക്കണം. അതിനെയാണ് നമ്മൾ ഓവർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഓവർ പൊട്ടൻഷ്യൽ. ഈ റിയാക്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട അധികമുള്ള പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ കാരണം ഈ റിയാക്ഷൻ എന്ത് ചെയ്യൂല? നമ്മൾ പ്രിഫർ ചെയ്യൂല. അവിടെ എന്ത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? NaCl സൊല്യൂഷൻ ആവുന്ന സമയത്ത് രണ്ട് റിയാക്ഷന് പോസിബിലിറ്റി ഉണ്ട്. അതിൽ E0 വാല്യൂ കുറഞ്ഞ ആളെയാണ് ശരിക്കും ആനോഡിൽ പ്രിഫർ ചെയ്യേണ്ടത്. പക്ഷേ ഈ റിയാക്ഷൻ സ്ലോ ആയിട്ട് നടക്കുള്ളൂ. കാരണം എന്താണ്? ഈ റിയാക്ഷനിൽ ഓക്സിജൻ എന്താവശ്യമാണ്? ഓവർ പൊട്ടൻഷ്യൽ ആവശ്യമാണ്. കാരണം ആ പ്രോസസ്സ് സ്ലോ ആയതുകൊണ്ട് എക്സ്ട്രാ പൊട്ടൻഷ്യൽ കൊടുത്തെങ്കിൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് അവിടെ ഇത് ഫോം ചെയ്യൂല. പകരം ഏത് ഫോം ചെയ്യും? ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് അവൻ ആനോഡിൽ ഫോം ചെയ്യാന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊന്നാണ് ഇലക്ട്രോളിസിസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് റിയാക്ഷൻസ് പോസിബിളാണ്. 1 2 രണ്ട് റിയാക്ഷൻസ് പോസിബിളാണ്. ഫസ്റ്റ് റിയാക്ഷൻ ഏതാണ്? അവിടെയുള്ള എന്താണ് ഡയലൂട്ട് ആകുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? 2H2O ഗീവ്സ് O2 പ്ലസ് 4H പ്ലസ് 4 ഇലക്ട്രോൺ. കാരണം ഡയലൂട്ട് ആകുമ്പോൾ അവിടെ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും. എന്നാൽ കോൺസെൻട്രേറ്റഡ് ആവുന്ന സമയത്ത് H2SO4ൻ്റെ അകത്തുള്ള 2SO4 2 മൈനസ് എന്തായിട്ട് മാറും? H2O8 2 മൈനസ് പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഇത് രണ്ടും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഡയലൂട്ടഡ് ആണെങ്കിൽ ഈ റിയാക്ഷൻ ആണ് അവിടെ ആനോഡിൽ നടക്കുക. കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ H2SO4 ആണ്, ഈ താഴെയുള്ള റിയാക്ഷനാണ് അവിടെ നടക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ E0 വാല്യൂവിനനുസരിച്ചിട്ട് അതേപോലെ അവിടെയുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെയൊക്കെ സ്വഭാവത്തിനനുസരിച്ചിട്ട് എന്ത് മാറ്റം വരാം? ഇലക്ട്രോളിസിസിൻ്റെ പ്രൊഡക്റ്റിൽ മാറ്റം വരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് എക്സാമിന് ചോദിക്കൂട്ടോ. എന്താ പറഞ്ഞത്? ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഈ റിയാക്ഷനാണ് അവിടെ പ്രിഫർ ചെയ്യുക. എന്നാൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഏതാ റിയാക്ഷൻ? 2SO4 2 മൈനസ് ഗിവ്സ് H2O8 2 മൈനസ് പ്ലസ് 2 ഇലക്ട്രോൺ എന്ന് പറയുന്ന റിയാക്ഷനാണ് ആനോഡിൽ നമ്മൾ നോക്കേണ്ടത് എന്നാണ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു പറ? ഇവിടെ ശരിക്കും വരേണ്ടിയിരുന്നത് H2O റിയാക്ഷൻ ആയിരുന്നു. കാരണം E0 വാല്യൂ കുറവായിരുന്നു. പക്ഷേ ഈ റിയാക്ഷൻ നടക്കാൻ എന്ത് കൊടുക്കണം? എക്സ്ട്രാ പൊട്ടൻഷ്യൽ കൊടുക്കണം. അതിന് വിളിക്കുന്ന പേര് ഓവർ പൊട്ടൻഷ്യൽ. ഓവർ പൊട്ടൻഷ്യൽ ഓഫ് ഓക്സിജൻ കാരണം ഈ റിയാക്ഷൻ നടക്കൂല. പകരം അവിടെ ആനോഡിൽ എന്തിനെ ഡെപ്പോസിറ്റ് ചെയ്യും? എന്തിനെ ലിബറേറ്റ് ചെയ്യും? ക്ലോറിൻ ഗ്യാസ് തന്നെ ലിബറേറ്റ് ചെയ്യും എന്നാണ് പറയുക. അപ്പോൾ മറക്കരുത്, പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിനെ സ്വാധീനിക്കുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, രണ്ടാമത്തെ എന്തായിരുന്നു? ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് യൂസ്ഡ്, മൂന്നാമത്തത് E0 വാല്യൂ. ലോവർ E0 വാല്യൂ ആണ് ആനോഡിൽ പ്രിഫർ ചെയ്യേണ്ടത്, ഹൈ E0 വാല്യൂ ആണ് കാഥോഡിൽ പ്രിഫർ ചെയ്യേണ്ടത്. എങ്കിൽ പോലും ഈ ഓവർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കാര്യം നടക്കുന്നതുകൊണ്ട് ഇവിടെ ഹൈ പൊട്ടൻഷ്യലുള്ള ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് അവിടെ എന്താണ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അവസാനത്തായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രോളിസിസിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോളിസിസ് അറിഞ്ഞിരിക്കണം. മെറ്റൽസ് ആയിട്ടുള്ള സോഡിയം, മാഗ്നീഷ്യം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നോൺ മെറ്റൽസ് ആയിട്ടുള്ള ക്ലോറിൻ, ഹൈഡ്രജൻ പോലെയുള്ള ഗ്യാസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രോളിസിസ് ആണ് ഉപയോഗിക്കുക. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഈ ഒരു പ്രോസസ്സാണ്. അതേപോലെ തന്നെ നിങ്ങൾ 10th പഠിച്ചതായിരിക്കും ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് എന്ന് പറയും. അതായത് എന്താണ് മെറ്റലുകളൊക്കെ പ്യൂരിഫൈ
ചെയ്തെടുക്കുക, അതിനൊക്കെയാണ് ഈ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനിയും ഇതിലൊരു കോൺസെപ്റ്റ് കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിൽ വ്യത്യാസം എന്താണെന്നാണ് കേട്ടോ. അതായത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങൾ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്ന ഗാൽവനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ അകത്ത് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്. ഇത് നമ്മൾ നടത്തുന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ്. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ പ്രത്യേകത ബോത്ത് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് കണ്ടെയ്നർ. രണ്ട് ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത ബീക്കറുകളിലായിരിക്കും, ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ അകത്ത് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ബീക്കർ എന്നാണ്, ഇതല്ലെങ്കിൽ സെയിം കണ്ടെയ്നർ എന്നാണ് പറയാൻ പറ്റുക. ഇതാണ് അവർ മൂന്ന് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയെന്ന് പറയാം? ഇലക്ട്രോ കെമിക്കൽ സെല്ലാണെങ്കിൽ എന്താണ്? കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഇലക്ട്രോ കെമിക്കൽ സെൽ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത്, നമ്മളിങ്ങനെ എന്താണ് ഫിൽറ്റർ പേപ്പർ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് പറഞ്ഞു അല്ലേ? അതായത് നമ്മളുടെ എന്താ പറയുക സോൾട്ട് ബ്രിഡ്ജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇറ്റ് ഈസ് സ്പോണ്ടേനിയസ്, ഇത് നോൺ സ്പോണ്ടേനിയസ് ആണ്. പിന്നെയോ അവിടെ സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു ബീക്കറും കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന വേറൊരു ബീക്കറും ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെപ്പറേറ്റ് ബീക്കറാണ്. എന്നാൽ ഇലക്ട്രോലിറ്റിക് സെല്ല് നമ്മൾ ഇന്ന് ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞു എന്താണ്? ബോത്ത് ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി സെയിം ബീക്കർ എന്നാണ് പറയുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക. അടുത്ത പാർട്ടിൽ നമ്മൾ സെല്ലുകൾ എന്താണ്, ഏതൊക്കെയാണ് ഡിഫറൻറ്റ് ടൈപ്പ് ബാറ്ററികൾ ഏതൊക്കെയാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ കൊറോഷൻ എന്താണെന്ന് പറയുന്നതോടുകൂടി ഈ ചാപ്റ്റർ എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. ഓക്കെ.